കേരള സർവകലാശാലയുടെ കീഴിലുള്ള കാര്യവട്ടം ക്യാമ്പസിൽ KSU-SFI സംഘർഷത്തിൽ അന്വേഷണ കമ്മീഷൻ രജിസ്ട്രാർക്ക് നൽകിയ റിപ്പോർട്ട് പുറത്തുവന്നു. കാര്യവട്ടം ഡിപ്പാർട്ട്മെൻറ്റിലെ ഹോസ്റ്റലുകളിൽ ഇടിമുറിയില്ല എന്ന് റിപ്പോർട്ടിൽ സൂചനയുണ്ട് എന്നാണ് വരുന്നത്. മാത്രമല്ല വാക്കേറ്റം സംഘർഷത്തിലേക്ക് വളരുകയായിരുന്നു എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. കൂടുതൽ വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് VA ഗിരീഷ് ടെലിഫോണിൽ ചേരുന്നു. ഗിരീഷ്, പറയൂ വിശദാംശങ്ങൾ. SKN കേരള യൂണിവേഴ്സിറ്റിയുടെ കാര്യവട്ടം ക്യാമ്പസിൽ നടന്ന സംഘർഷത്തെക്കുറിച്ചാണ് ഇപ്പോൾ രജിസ്ട്രാർ കേരള സർവകലാശാല VC-ക്ക് റിപ്പോർട്ട് കൈമാറിയിരിക്കുന്നത്. KSU-SFI പ്രവർത്തകർ തമ്മിൽ സംഘർഷമുണ്ടായി എന്ന ഈ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. പുറത്ത് നിന്ന് ജോഫിൻ എന്നയാൾ വന്നതിനെ ചൊല്ലിയുള്ള തർക്കമാണ് ഈ സംഘർഷത്തിന് ഇടയാക്കിയത് എന്നുള്ളതാണ് റിപ്പോർട്ടിൽ പറയുന്നത്. വിദ്യാർത്ഥിനിയായ സഹോദരിയെ കോളേജിലെത്തിക്കാനാണ് ജോഫിൻ വന്നത്. ജോഫിനും സഹോദരിയും സാൻജോസും ഒരു ബൈക്കിലാണ് എത്തിയത്. ഇതിനുശേഷം ജോഫിൻ ഒറ്റയ്ക്ക് തിരികെ പോകുമ്പോൾ ഹോസ്റ്റലിനടുത്ത് വെച്ച് SFI പ്രവർത്തകർ തടയുകയായിരുന്നു. തുടർന്ന് താക്കോൽ ഊരിയെടുത്തു. ഇതറിഞ്ഞാണ് സാൻജോസ് എത്തുന്നത്. പിന്നീട് ഇരുഭാഗത്തും കൂടുതൽ പേരെത്തി തർക്കമുണ്ടാകുന്നു. സാൻജോസിനും SFIയുടെ അഭിജിത്തിനും ഈ സംഘർഷത്തിൽ പരിക്കേറ്റു എന്നുള്ളതാണ് രജിസ്ട്രാർ കൈമാറിയ റിപ്പോർട്ടിൽ വിശദമാക്കുന്നത്. ആസൂത്രിത ആക്രമണമല്ല നടന്നത്, വാക്കേറ്റം സംഘർഷത്തിലേക്ക് നയിക്കുകയായിരുന്നു. കോളേജിൽ ഇടിമുറികൾ ഇല്ലെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നുണ്ട്. ആരോപണമുയർന്ന 121 നമ്പർ മുറി ഒരു ഗവേഷക വിദ്യാർത്ഥിയുടേതാണ് എന്നും ഈ രജിസ്ട്രാർ VC-ക്ക് നൽകിയ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. സാൻജോസിന്റെ മുറിയിൽ കൊണ്ടുപോയതിന് തെളിവില്ലെന്നും കേരള സർവകലാശാല രജിസ്ട്രാർ VC-ക്ക് നൽകിയ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഓക്കെ, താങ്ക് യു VA ഗിരീഷ്. എന്തായാലും റിപ്പോർട്ട് രജിസ്ട്രാർ വൈസ് ചാൻസലർക്ക് സമർപ്പിക്കും. വൈസ് ചാൻസലർ ഡോക്ടർ മോഹൻ കുന്നുമ്മൽ അതിൽ നടപടിയെടുക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.